ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം. മനോഹരമായിട്ടുള്ളൊരു ഹെഡിങ് അതിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. പൂർവികരുടെ വിശ്വാസം. കണ്ടോ? ഹിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്നാണ്. ഹിസ്റ്ററി, ചരിത്രമാണ് പറയുന്നത്. ചരിത്രം, വിശ്വാസത്തിൻ്റെ ചരിത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ വീക്കായി പോകുന്നു, ക്ഷയിച്ചു പോകുന്നു, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു ഉന്മേഷം കിട്ടുന്നില്ല, ഇനി പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ നടക്കുമെന്നൊരു സങ്കടം, അങ്ങനെ വരുമ്പോൾ ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്തങ്ങ് വായിക്കണം. വചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് വിശ്വാസത്താൽ. വിശ്വാസത്താൽ 11-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. എന്തുകൊണ്ട്? വിശ്വാസം കൊണ്ട്. ഹല്ലേലൂയാ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും ഒറ്റ കാര്യം, ഏത്? വിശ്വാസത്താൽ മാത്രം. പറഞ്ഞേ ആമേൻ, ആമേൻ. ഈ ശുശ്രൂഷ ഇവിടെ ഒരുക്കപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിത്തറയാണ്. കാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അനന്തമായ പദ്ധതിയാൽ ഈ ദേശത്ത് പോട്ട എന്ന് പറയുന്ന മണ്ണിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് ഒരുക്കിയത് എന്തിനെന്നറിയോ? ഈ ഇവിടെ ഉയരുന്ന വിശ്വാസം, ഇത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഇവിടെ നിന്ന് കാലങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസം ദേശദേശാന്തരങ്ങളിലേക്ക് എത്ര ധ്യാന കേന്ദ്രങ്ങൾ, എത്ര ശുശ്രൂഷകൾ, എത്ര ജീവിത വഴികൾ ഇവിടെ നിന്ന് ഉയർക്കപ്പെട്ടത് എന്താണ്? ഇതൊരു ചരിത്രമാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിൽ ഈ ആലയവും പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് അവൻ ഈ പറമ്പിൽ കൂടെയൊക്കെ നടന്ന് മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇതുവഴിയൊക്കെ നടന്നു പോകും. ഒരു കാറയിലാണ് ഈ ചെറുപ്പക്കാരൻ വരുന്നത്. മിക്കവാറും വൈകുന്നേരം ഇരുട്ടാകുമ്പോഴാണ് വരുന്നത്. ആരോടും ഒന്നും സംസാരിക്കാറൊന്നുമില്ല, ചാപ്പൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പം ഇവൻ ഈ വന്നു പോകുന്നതും നടപ്പും എല്ലാം കുറേ നാളായി ഞാൻ കാണുന്നു. ഒരു ദിവസം ഞാൻ അവൻ അവിടെ വട്ടം പിടിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, ഇതെന്തോ നട ഇത്? നീ ഇങ്ങനെ നടന്നിട്ടൊക്കെ പോകുന്നു, എന്താ നീ ഇങ്ങനെ നടക്കാനൊക്കെ കാരണം? എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, നിന്നെ കണ്ടിട്ട് നല്ല ഒരു കുടുംബത്തിലെ നല്ല ജോലിയുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് കണ്ടാൽ അറിയാം, നീ ഇങ്ങനെ നടക്കാൻ വല്ല കാരണമുണ്ടോ? അപ്പം അവൻ പറഞ്ഞു, അച്ഛാ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ വെച്ചാണ് എൻ്റെ ജീവിതം മാറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അച്ഛാ, ഈ മണ്ണിൽ വെച്ചാണ് എൻ്റെ ജീവിതം മാറിയത്. അച്ഛൻ ആ കാറ് കണ്ടോ? അതെൻ്റെ കാറാ. എൻ്റെ ജോലി, എൻ്റെ ഡ്രസ്സ്, അച്ഛാ, ഇന്ന് ഞാൻ എന്താണോ അതെല്ലാം ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ. എന്നിട്ട് ഇവൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ ഡേ ശുശ്രൂഷ, അനുദിന ശുശ്രൂഷയൊക്കെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടുന്നില്ല. എൻ്റെ ബിസി ഷെഡ്യൂൾ, എൻ്റെ ജോലി സമയം വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് അച്ഛാ, ജോലി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഇതിലേക്കൂടെയൊക്കെ നടന്ന് ഞാൻ ഒന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകും. കാരണം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജിയാണ്, റീചാർജിങ് ആണ്. അച്ഛാ, ഞാൻ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയാൽ, ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാൽ ഈ മണ്ണിൽ കാല് ചവിട്ടുമ്പോൾ ഞാൻ റീചാർജ് ചെയ്യപ്പെടും. സ്വരമുയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൊബൈല് ഉപയോഗിക്കുന്നതനുസരിച്ച് ചാർജ് കുറയുവോ കൂടുവോ? കുറയും. എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണം. കണക്ഷൻ വേണം. റീചാർജ് ഇല്ലെങ്കിൽ വീണു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ കേന്ദ്രം ഇത് ചരിത്രമാണെന്ന്. പൂർവികരുടെ വിശ്വാസം. ഹെബ്രായ ലേഖനം 11 ഈ ചരിത്രം പഠിപ്പിക്കുന്നത് പോലെ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ടൊരു മണ്ണാണ്. നമ്മൾ ആരും കണ്ടുപിടിച്ചൊരു മണ്ണൊന്നുമല്ല. ചരിത്രം ദൈവത്തിൻ്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി വെളിപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മണ്ണിലാണ് ഇരിക്കുന്നത്. ഈ മണ്ണിന് പറയാൻ വിശ്വാസത്തിന്റെ ചരിത്രമുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മണ്ണിന് പറയാൻ വിശ്വാസത്തിന്റെ ചരിത്രം ഉണ്ടെന്ന്. ഈ കഴിഞ്ഞ ആഴ്ച, ഇന്നലെയാണ് നമ്മുടെ ധ്യാനം തീർന്നത്, ആന്തരിക സൗഖ്യ ധ്യാനം. നല്ല
ചുറുചുറുക്കുള്ളൊരു ശുശ്രൂഷ കൂട്ടായ്മയായിരുന്നു. ഒത്തിരി ചെറുപ്പക്കാരികളൊക്കെ ധ്യാനത്തിനുണ്ടായിരുന്നു. നല്ല ഗ്രൂപ്പ്, നല്ല പ്രാർത്ഥന. ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും മുമ്പിൽ ഗോഡ്വിൻ എന്ന് പറയുന്ന മുനമ്പം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവൻ്റെ പേരൊക്കെ പഠിച്ചതാണ്, കാരണം ഞാൻ അവനോട് സംസാരിച്ചു. ഇവൻ ഏറ്റവും മുമ്പിലത്തെ സീറ്റ് വന്നിരിക്കുക. ഏറ്റവും മുമ്പിലത്തെ. സാധാരണഗതിയിൽ ധ്യാനത്തിനൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, പലരും പുറകിലിരുന്ന് കാറ്റുകൊണ്ട് AC കൊണ്ട് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അവർക്ക് അവരുടേതായ സ്വസ്ഥത. ഞാൻ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഏറ്റവും മുമ്പിൽ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 2 കൈ ഉയർത്തി ശക്തമായ പ്രാർത്ഥന. അപ്പം ഞാൻ ഇവനെ ശ്രദ്ധിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശുശ്രൂഷ മുന്നോട്ടൊക്കെ നീങ്ങി. ഇന്നലെ സാക്ഷ്യപ്പെടുത്തുന്ന ശുശ്രൂഷ വന്നപ്പോൾ ദൈവം മുമ്പോട്ട് കയറി വന്നിരിക്കുന്നു. അതായത് മുമ്പിലിരുന്ന് ഇവനെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ മാറ്റും, മൊത്തത്തിൽ എല്ലാവരുടെ സീറ്റൊക്കെ മാറ്റും. അപ്പോൾ ഇവനെ സീറ്റ് മാറ്റിയത് അങ്ങേ അറ്റത്ത്. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ച, ഇവൻ വന്നിട്ട് മൈക്കെടുത്തിട്ട് ഇവൻ പറഞ്ഞു, ഞാനിവിടെ ധ്യാനത്തിന് വന്നത് രോഗിയായിട്ടാണ്. അപ്പോൾ ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനാ നിയോഗമൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ചെന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, കൈ പൊക്കാൻ പറ്റത്തില്ല. ഇവനൊരു മത്സ്യത്തൊഴിലാളിയാണ്. ഇവൻ ഭാരമേറിയ ചില സാധനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായി ഇവൻ്റെ ഈ കഴുത്തിൻ്റെ പുറകുവശം തൊട്ട് കൈ പൊക്കാൻ പറ്റാത്ത വണ്ണം ഇവൻ്റെ അവസ്ഥ വളരെ ദയനീയം. ആശുപത്രി ചെന്നപ്പോൾ പറഞ്ഞു, ചില ഓപ്പറേഷൻ വേണം, അത് വേണം, ഇത് വേണം. അപ്പോൾ ഇവൻ ഇനി എന്തു ചെയ്യും? ഉപജീവന മാർഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഇവനോട് ആരോ പറഞ്ഞാൽ ഒരു ധ്യാനം കൂട്. അപ്പോൾ ഇവൻ വന്നിരിക്കുന്ന എന്താ? ഇവൻ്റെ ഈ അവസ്ഥയും കൊണ്ട് വന്നിരിക്കുക. ഇവൻ ഈ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിന് ആഗ്രഹം എന്താ? കർത്താവേ, ഈ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ട മണ്ണ, ഈ കസേര അനുഗ്രഹിക്കപ്പെട്ട മണ്ണ, ഇവിടെ നടന്ന അത്ഭുതങ്ങളിൽ കർത്താവെ എന്നിലും സംഭവിക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവൻ ഇന്നലെ മൈക്കെടുത്ത് പിടിച്ചു പറഞ്ഞു, നാളുകളായി ഞാൻ അനുഭവിക്കുന്ന വേദന, എൻ്റെ കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു, എന്നാൽ ഇവിടെ നിന്ന് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ കൈ പൊക്കിപ്പോയി എന്ന് മാത്രമല്ല, നാളുകളായി ഉണ്ടായിരുന്ന കൈവേദനയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ഇവൻ പറഞ്ഞു, കൈവേദന മാത്രമല്ല, എന്നെ അച്ഛൻ സീറ്റ് മാറ്റി. അപ്പോൾ അങ്ങേയറ്റത്തായി. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചരിഞ്ഞ് നോക്കണം, ക്ലാസ് എടുക്കുമ്പോൾ ചരിയണം. ഇവൻ പറഞ്ഞു, അച്ഛാ പെടലിക്കും വേദന, കൈക്ക് മാത്രമല്ല പെടലി ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ സീറ്റ് മാറ്റിയപ്പോൾ എൻ്റെ സങ്കടം ഇനി ഇങ്ങനെ നോക്കും. എന്നാൽ സീറ്റ് മാറ്റി ഞാനവിടെ ചെന്നിരുന്നു, എനിക്ക് നാളുകളായി ഉണ്ടായിരുന്ന ഈ വേദനയും കർത്താവ് എടുത്തു മാറ്റി. നല്ല കയ്യടി കൊടുത്തേ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, നിങ്ങളിരിക്കുന്ന ഈ കസേരയ്ക്കുണ്ട് ചരിത്രം, ഈ മണ്ണിന് ചരിത്രമുണ്ടെന്ന് അനേകർ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ പോട്ടാശ്രമത്തിന്റെ ഗേറ്റ് കടന്നു വന്നപ്പോൾ അതെന്താ പ്രത്യേകത? മണ്ണിന് പ്രത്യേകതയുണ്ടെന്ന്. മണ്ണിന് പ്രത്യേകത, ഈ മണ്ണ് ദൈവം തെരഞ്ഞെടുത്ത മണ്ണാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛന്മാര് വരും പോകും, ശുശ്രൂഷകർ വരും പോകും, പക്ഷേ ഈ മണ്ണിന് അങ്ങനെ ഒരു അനോയിന്റിംഗ് ഉണ്ട്. എൻ്റെ പ്രിയർ, ഇത് ചരിത്രമാണ്, ഇത് ചരിത്രം. നീ ഇരിക്കുന്ന കസേരയ്ക്കുണ്ട്, നീ കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ അന്തരീക്ഷം ഇവിടെ എന്താ ഈ നിറഞ്ഞു നിൽക്കുന്നത്? നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്താ? മുഴുവൻ സ്തുതിഗീതങ്ങളാണ്, മുഴുവൻ ദൈവസ്തുതിഗീതങ്ങളാണ്, വചനമാണ്. ദിവസവും ഉയരുന്നത് വചനമാണ്. അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള മണ്ണിൽ വന്ന് നീ കണ്ണും പൂട്ടി കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നിന്നിൽ കർത്താവ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിപ്പ ഹല്ലേലൂയാ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 2 തരത്തിലുള്ള വിശ്വാസത്തിന്റെ അനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 2 കാറ്റഗറി. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ഒരു കൺഫ്യൂഷൻ മാറുന്നതിന് ഈ വചനം സഹായകരമാണ്. 11-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 35, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 33 to 35. 35ന്റെ ഫസ്റ്റ് ഒന്നാമത്തെ വചനം വരെ ഒന്ന് വായിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കിയതേ. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂട്ടത്തിൽ വായിച്ചോ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. കണ്ടോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം വരിച്ച ഒത്തിരി പേര്,
എന്നെ പവറാന്നറിയും. വിശ്വാസം കൊണ്ട് എന്താണ് രാജ്യങ്ങൾ പിടിച്ചടക്കിയെന്ന്. വിശ്വാസം കൊണ്ട് നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ജയാളികളായി. ജയാളികൾ പറഞ്ഞേ, ആ വാക്കെന്ന് പറഞ്ഞേ, ജയാളികൾ. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ഇവര് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അതേപടി സംഭവിച്ചു. അതാണ് അതിനർത്ഥം. പ്രാർത്ഥിച്ച കാര്യങ്ങൾ അതേപടി തന്നെ സംഭവിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പലർക്കുമുള്ളൊരു കൺഫ്യൂഷൻ മാറുന്നത് തൊട്ടടുത്ത വചനം തൊട്ട് വായിക്കുന്നു. നമ്മൾ 35-ന്റെ ബി രണ്ടാമത്തെ വചനം തൊട്ട് 38 വരെ നമ്മൾ ഇത് വായിക്കുന്നു. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂട്ടത്തിൽ വായിക്കണമേ, ശ്രദ്ധിച്ചു വായിച്ചോ കേട്ടോ, നല്ല വചനമാണ്. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹാരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായിരുന്നു അവർ അലഞ്ഞു തിരിഞ്ഞത്. ഹല്ലേലൂയാ. ബൈബിള് പറയാണ് ചിലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു ഗ്രൂപ്പ് ആളുകളെ നമ്മൾ കണ്ടത് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി അത്ഭുതകരമായ കാര്യം. മറ്റൊരു ഗ്രൂപ്പുണ്ട്, ഏതാണെന്നറിയോ? സെക്കൻഡ് കാറ്റഗറി. അതായത് ഒത്തിരി സഹിക്കേണ്ടി വന്നവർ, നിന്ദിക്കപ്പെട്ടവർ, അലഞ്ഞു തിരിയേണ്ടി വന്നവർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടിയില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ എല്ലാം കൈവിട്ടുവെന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിലും നിനക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ? അതാണ് വിശ്വാസം. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ. അല്ലാതെ എല്ലാം കിട്ടുമ്പോൾ മാത്രമല്ല, അത്ഭുതങ്ങൾ കാണുമ്പോൾ മാത്രമല്ല, ഞെരുക്കത്തിന്റെ നടുവിൽ. അതാ പറഞ്ഞു, ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവും, ചിലർ വിചാരണ ചെയ്തു, രണ്ടായി വെട്ടുമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. അങ്ങനെ പറയുന്നതിന് അർത്ഥം എന്താണെന്നറിയോ? അത്രമേൽ സഹനം, അത്രമേൽ പരീക്ഷണം, അത്രമേൽ ഞെരുക്കം. ബൈബിൾ ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? 12-ാം അധ്യായം 1-ാം തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുള്ളതിനാൽ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ സഹിക്കുന്നവരെയും ജീവിതത്തില് കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെയും വിളിക്കുന്ന പേര് സാക്ഷികളുടെ വലിയൊരു സമൂഹം. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിൽ വിശുദ്ധരെ കുറിച്ചെടുത്ത് വായിച്ചു നോക്ക്. വിശുദ്ധർ സഹിച്ചവരാണ്, സഹിച്ചവർ, ഞെരുക്കപ്പെട്ടവർ അല്ലേ? ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ശവകുടീരത്തിന്റെ മുമ്പിൽ ചെന്നിട്ട്, അൽഫോൻസാമേ, എൻ്റെ കാര്യങ്ങൾ ജർമ്മനിക്ക് പോകാനുള്ള B1 B2 പാസ്സാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നീ ഓർക്കണം, ഈ അൽഫോൻസാമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദിവസവും പ്രാർത്ഥിച്ചിരുന്നൊരു കുഞ്ഞു പ്രാർത്ഥനയുണ്ട്. എന്നതാ? സഹനമേ, വരണമേ, മരണമേ, തരണമേ. കണ്ടോ, എന്നെ പ്രാർത്ഥനയാ. അൽഫോൻസാമ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. എൻ്റെ കൂടെ നേറ്റു പറഞ്ഞ് 2 കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേ, ഒച്ചത്തി പറ. സഹനമേ, തരണമേ. പറഞ്ഞേ, മരണമേ, വരണമേ, സഹനമേ, തരണമേ, മരണമേ, വരണമേ, സഹനമേ, തരണമേ, മരണമേ, വരണമേ. ചിലരിങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇനിയും സഹനോ, എൻ്റെ ദൈവമേ, ഇനി എന്നാ ചെയ്യാനാണ്? അൽഫോൻസാമ പാവപ്പെട്ടൊരു കന്യാസ്ത്രീ അമ്മ വിശുദ്ധയായത്. ഇന്ന് നമ്മൾ അൽഫോൻസാമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ കട്ടിൽ മുത്താൻ, അവിടെ ചെന്ന് അത് മുത്താൻ മുട്ടുകുത്തുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞെരുക്കപ്പെട്ടത്, ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സഹിച്ചതിൻ്റെ ഉത്തരമാണ് വിശ്വാസത്തിന്റെ വിശുദ്ധി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ. അങ്ങനെ ഒരു ജീവിതത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേരെന്തെന്നറിയോ? വിശുദ്ധൻ, വിശുദ്ധ എന്നാണ്. വിശുദ്ധൻ എന്നാ വിളിച്ചിരുന്നത്, വിശുദ്ധേ അല്ലേ? പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം, മൈ സിറ്റിസൺഷിപ്പ് ഇൻ ഹെവൻ. സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം, വിശുദ്ധേ, വിശുദ്ധ എന്നാ വിളിച്ചിരുന്നത്. അടുത്തിരിക്കുന്ന ആള് ഒന്ന് ചോക്കിയിട്ട് അവരോട് പറഞ്ഞ വിശുദ്ധ, വിശുദ്ധേ. ആഹാ, കൊള്ളാമല്ലോ, വിശുദ്ധേ. കണ്ടോ വിശുദ്ധന്റെ ഇരിപ്പ് കണ്ടോ? വിശുദ്ധയുടെ ഇരിപ്പ് കണ്ടോ? ചില വിശുദ്ധ ഉറങ്ങി ഉരുണ്ടു വീഴാറായി. കുഴപ്പമില്ല, പാവാ, വിശുദ്ധ അല്ലേ? നമ്മൾ വിശുദ്ധിയിലേക്കുള്ള വിളിയാന്ന് പൗലോസ് ശ്ലീഹ പറയാണ്, നിന്റെ ജീവിതം സാക്ഷികളുടെ വലിയൊരു സമൂഹം, സാക്ഷികളുടെ വലിയൊരു സമൂഹം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ നീ കണ്ണും പൂട്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നതോടൊപ്പം ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയത്വം പിടിവിടില്ല. പിടിച്ചോണം, പിടിച്ചോണം, കണ്ണും പൂട്ടി ആശ്രയിച്ചോണം. അതാണ് നിന്റെ വിളി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ. സാക്ഷികളുടെ വലിയൊരു സമൂഹം, നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന്. ജീവിതത്തിൽ ഇതുപോലെ സഹിച്ച അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഹെബ്രായ ലേഖനം 12-ാം അധ്യായം വായിച്ചോ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. ക്രൈസ്തവ ജീവിതത്തെ ഹെബ്രായ ലേഖകൻ പറയുന്നു, നീ ഒരു ഓട്ട മത്സരത്തിലാണ്. നീ ഓടാൻ തയ്യാറായിരിക്കണം. ഉറങ്ങി മന്ദതയിലല്ല, എപ്പോഴും നല്ല ജാഗ്രതയിൽ ഓടാനുള്ളൊരു മനസ്സുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ഓടാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണ്ടേ അച്ഛാ? എഴുന്നേറ്റ് നിൽക്കുക, ആ 2 കാലുകളും ചവിട്ടിക്കോ. കാലത്ത് ഓടാൻ പോവാ. ആ ഓടാനുള്ള തീരുമാനം കേട്ടോ. അമ്മച്ചി ഇന്നെങ്ങാനും എഴുന്നേക്കുവോ? എഴുന്നേക്കും അമ്മച്ചി. 2 കാലുകളും ചവിട്ട്, കാലൊക്കെ ചവിട്ട്. ഹെബ്രായ ലേഖകൻ 12:12 പറഞ്ഞത്, ഓടാൻ നീ തയ്യാറായിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറ, ഓടാൻ തയ്യാറായിരിക്കണം, ഓടാൻ തയ്യാറായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മറ്റുള്ളവരെ ഓടിക്കാനല്ല, നീ ഓടാൻ തയ്യാറായിരിക്കണം. നമ്മൾ പലരും ഓടിക്കാറുണ്ട്, ഓടിക്കാനല്ല, ഓടാൻ തയ്യാറായിരിക്കണം. 12 പറയുന്നത് എന്തെന്നറിയോ? ഓടാൻ. അതിനാൽ പറഞ്ഞേ, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസത്തിന്റെ കൃപ ആരെ കണ്ടിട്ടാ ഓടുന്നത്? യേശുവിനെ മുമ്പിൽ കണ്ടോണം. യേശുവിനെ മുമ്പിൽ കണ്ടോണ്ട് വേണം നീ ഓടാൻ. വേറെ ആരെങ്കിലും കണ്ടോണ്ട് ഓടിയാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് ആരെ കണ്ടോണം? യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഓടാൻ പലതും നമുക്ക് തടസ്സമുണ്ട്. നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ തടസ്സമുണ്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ സമർപ്പിക്കുന്നു. യാക്കോബ് ലേഖനം 1:12, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. ജീവന്റെ കിരീടം ലഭിക്കും. എന്റെ പ്രിയരെ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടോടാൻ. കർത്താവെ, വിശ്വാസത്താൽ ഞാൻ മുന്നേറും. അതിനാൽ തളർന്ന കൈകളെയും
ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, അങ്ങയെ കണ്ട് ഞാൻ ഓടാൻ തീരുമാനിക്കുന്നു. ഈ ജീവിതം അങ്ങേക്കുള്ളതാണ്. വിശ്വസിക്കണം, വിശ്വസിക്കണം. യേശുവേ, 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 വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, കൈകളടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. പോരാ, ആ കാലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടിക്കേ. ചേട്ടാ, കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ചവിട്ടും. സന്തോഷത്തോടെ പോരാ, നന്നായിട്ട്. കൈകാലുകൾക്ക് ബലം കിട്ടട്ടെ. തളർന്ന കൈകളെ, ബലമില്ലാത്ത കാൽമുട്ടുകളെ കർത്താവ് ശക്തിപ്പെടുത്തും. മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി ഒരുക്കും. ആമേൻ. യെസ്. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. പഠിക്കേ, വിശ്വാസത്താൽ ഞാൻ മുന്നേറും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ എനിക്ക് ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമല്ല. ജയം. കരങ്ങൾ ഉയർത്തി ചാടി കൈയടിച്ച്. പോരാ, ചാട്ടം പൊടിയാൻ. മുന്നോട്ട്, മുന്നോട്ട്. ആമേൻ, ആമേൻ. അധികാരത്തോടെ കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. സംഭവിക്കട്ടെ. അസാധ്യമായി എന്റെ മുമ്പിൽ എനിക്ക് ജയം എനിക്കും. പഠിക്കേ, പഠിക്കേ, പഠിക്കേ. പിന്മാറുമില്ല വിശ്വാസച്ചുവടുകൾ. മുന്നോട്ട്, മുന്നോട്ട്. എന്നെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ഓ ദൈവമേ, ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്ന കർത്താവേ, ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. അത്ഭുതകരമായ കൃപ എന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കും, വിശ്വസിക്കുന്ന കർത്താവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം.